പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ കാടേൻ്റെ കൂട് മുഴുവനായിട്ട് ഇതുവരെ നമ്മളൊറ്റ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് മൊത്തത്തിലൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ ഫുഡെല്ലാം ഇട്ട് കൊടുത്തിട്ട് അവരെല്ലാം ഇങ്ങനെ കഴിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മളെ 150 കാടകളുള്ള മുട്ട ഇടുന്ന 150 കാടകളുള്ള കേജാണിത്. നമ്മൾ ഇതിൻ്റെത്തേക്ക് 2 വെള്ളത്തിൻ്റെ പാത്രവും 2 തീറ്റ പാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുട്ടയിടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ബോക്സ് കോർണറിൽ വെച്ച് കൊടുക്കും. ഇതേപോലെ ഓരോ കോർണറിലും വെറുതെ വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അവർ അതിൻ്റെ തന്നെ മുട്ടയിട്ടോളും. പിന്നെ നമ്മൾ അധികം നിലത്തുനിന്ന് പൊറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും അത് വെച്ച് കഴിഞ്ഞാലും ചില വമ്പന്മാർ പുറത്തെല്ലാം പോയിട്ട് മുട്ടയിടും. അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുണമാണ്. അതിൻ്റെ അകത്ത് തന്നെ ആയിട്ട് നമുക്ക് മാക്സിമം അതിൻ്റെ അകത്ത് എടുക്കാം. അതിൻ്റെ തന്നെ 2-3 കളറിലുള്ള കാടകളുണ്ട്. വെറൈറ്റി കളറിലുള്ള ഇതുണ്ട്, വെള്ളയുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കടകളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അടുത്ത കേജിൻ്റെ അകത്തേക്ക് പോവാം. നമ്മൾ രണ്ടാമത്തെ കേജാണ്. രണ്ടാമത്തെ കേജിൽ ഇതിൻ്റെ അകത്ത് 100 കാടകളാണുള്ളത്. ഇതിൽ കുറച്ചും കൂടി വരാനുണ്ട്, അപ്പുറത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാനുണ്ട്. ഇതും ഏകദേശം 150 കാടകൾ ഇടേണ്ട കേജ് തന്നെയാണ്. നമ്മളിൻ്റെ അകത്ത് 100 ഇട്ടിട്ടില്ല. ഒരു ബാച്ചിൽ 100 മാത്രം കിട്ടിയതുകൊണ്ട് ഒരു 100 മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതും മുട്ടയിടുന്ന കാടകൾ തന്നെയാണ്. ഇത് രണ്ടാമത്തെ ബാച്ചാണ്. ഇതിപ്പം എടുത്തിട്ട് അത്രേ ആയുള്ളൂ. 2 മാസം മുട്ടയിടാൻ തുടങ്ങിയിട്ട് 2 മാസം അത്രേ ആയുള്ളൂ. ഇത് ഇന്നലെ ഇട്ട മുട്ടേൻ്റെ ബാക്കിയാണ്. ചിലത് വമ്പന്മാർ രാത്രി 9 മണിക്ക് ശേഷമല്ലാന്ന് ചിലത് ഇടുക. അങ്ങനെ അപൂർവം ചിലതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതാണ് രാവിലത്തേക്ക് അവിടെ ബാക്കിയായിപ്പോൾ. നമ്മളൊരു 7-7 ആകുമ്പോഴത്തേക്ക് തന്നെ മുട്ട കംപ്ലീറ്റ് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ കേജ്. നമുക്ക് ഇനി മൂന്നാമത്തെ കേജിലേക്ക് പോവാം. ഇത്രയും ഏരിയ നമുക്കുണ്ട്. ഇനിയും കുറച്ചുകൂടി കൂടുതൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ഈ ഭാഗത്ത് മുഴുവൻ നമ്മൾ അലങ്കാര പ്രാവുകൾ, ഫാൻസി പ്രാവുകളെ ചെയ്തതാണ്. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ പൊളിച്ചു മാറ്റിയിട്ട് കംപ്ലീറ്റ് കാടകൾക്കാക്കിയിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ചെറിയൊരു ജാവേൻ്റെ കൂടുണ്ട് ഇവിടെ. 2-3 ജാവകളുണ്ട്. ഇത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ഇവിടെ വെച്ചതാണ്. നമ്മൾ ഇത് ഈ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഒരു രസത്തിന് വെറുതെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ മൂന്നാമത്തെ കേജ് ഇപ്പോൾ ഉണ്ടാക്കിയത് അത്രേ ആയുള്ളൂ. ഇവർ മുട്ടയിടാൻ തുടങ്ങിയില്ല. ഇതിൻ്റെ അകത്ത് ഒരു 180 കാടകളാണുള്ളത്. ഇവർ എല്ലാവരും മുട്ടയിടാനാവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ എല്ലാവരും മുട്ടയിട്ട് തുടങ്ങും. ഇതിൻ്റെ അകത്ത് 180 ഉണ്ടാവും. 100 ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതും അതിൻ്റെ അപ്പുറത്തെ ആഴ്ചയുള്ളത് ഒരു 80. അങ്ങനെ 150 ഇതിൻ്റെ അകത്തുള്ളത്. ഇവരെല്ലാവരും നല്ല ഉഷാറാണ്. എല്ലാവരും വെള്ളവും കുടിച്ച് തീറ്റെല്ലാം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ കാടേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.